നമസ്കാരം. തട്ടയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പരാതി. സംഘം പ്രസിഡന്റായിരുന്ന മുൻ പന്തളം തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റും DCC അംഗവുമായിരുന്ന MN വിശാഖ് കുമാർ, ഭാര്യ PR ശ്രീകല, ജീവനക്കാരിയായിരുന്ന ബീനാരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്ന് ഇരയായവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിലും ജില്ലാ ബാങ്കിലും ജോലി നൽകാമെന്ന് പറഞ്ഞാണ് വിവിധ കാലങ്ങളിലായി പണം വാങ്ങിയത്. പലരിൽ നിന്നായി തട്ടിയെടുത്ത പണം 1 കോടിയിലധികം വരും. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുള്ള വീടുകൾ കണ്ടെത്തി വളരെ വിദഗ്ധമായി അവരുടെ രക്ഷാകർത്താക്കളുമായി ചങ്ങാത്തം കൂടി ഓരോരുത്തർക്കും ജോലി നൽകാമെന്ന് പറഞ്ഞാണ് 2015 മുതൽ തട്ടിപ്പ് നടത്തിയത്. ചിലർക്ക് വാങ്ങിയ തുകയ്ക്ക് വിശാഖ് കുമാറിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്കുകൾ നൽകിയിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം ഇല്ലാത്തതിനാൽ ചെക്കുകൾ മടങ്ങി. തുടർന്ന് പണം ഈടാക്കുന്നതിനുള്ള കേസുകൾ കോടതികളിൽ ഫയൽ ചെയ്തു. തട്ടിപ്പ് നടക്കുമ്പോൾ വിശാഖ് കുമാർ പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരൻ കൂടിയായിരുന്നു. നിലവിൽ സഹകരണ സംഘം പ്രവർത്തനമില്ല. പണ അപഹരണം നടത്തുന്നതിനുള്ള ഒരു മറയായി ഉപയോഗിച്ച കടലാസ സ്ഥാപനം മാത്രമായിരുന്നു ഇത്. പണം തിരികെ ചോദിച്ചാൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തും. പിന്നാലെ വക്കീൽ നോട്ടീസ് അയച്ചും കള്ളക്കേസ് കൊടുത്തും ഭയപ്പെടുത്തുകയാണ്. പണം ആവശ്യപ്പെട്ട് സഹകരണ സംഘത്തിന്റെ മുൻപിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയതാണ്. കൊടുമൺ പോലീസ് സ്റ്റേഷനിലും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പണം തിരികെ ലഭിക്കുന്നതിനും തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഓച്ചിറ മേമന സ്വദേശി രാജൻപിള്ള, ശ്രീനിലയം വിനോദ് തട്ടയിൽ, പന്മന ഇടപ്പള്ളിക്കോട്ട വെളിയത്ത് മുക്ക് സുമംഗലിയിൽ ശശിധരൻ നായർ, ശ്രീലത ഹരികുമാർ, അമ്പാട്ട് വള്ളിക്കോട് ഫിലിപ്പോസ് വർഗീസ്, വാഴപ്പിള്ളത്ത് പേഴുംപാറ എന്നിവർ പങ്കെടുത്തു. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഈ കഴിഞ്ഞിടക്ക് ഈയിടങ്ങാണ്ട് വെച്ചാൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നവരെ, ഇവിടെ വന്ന് വേള ഉണ്ടാക്കുന്നവരെ കാണാനും അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ വെച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കുമല്ലോ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. ഒരു 500 രൂപ ചോദിച്ചു എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ. അതും എനിക്ക് തന്നില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഇനി സാറിന് തിരികെ വരത്തില്ല പറഞ്ഞ് 19 പോകുന്നതാണ്. ഇന്ന് വരെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എൻ്റെ ഭാര്യ പലപ്പോഴും വിളിക്കും, ആ ഫോൺ എല്ലാവരും ഓഫ് ചെയ്തു. അവിടെ എനിക്ക് സ്വർണം പോയത്, എൻ്റെ സ്വർണം പോയെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് കിടക്കുക. ഇന്ന് വരെ ഈ തട്ടിപ്പ് ഇപ്പോഴും തുടരുക. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ, കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ്. എനിക്കൊരു ഈ പൈസ കിട്ടത്തില്ലെന്ന്. ഒന്നാമത് കള്ളച്ചക്ക അവർ തരുന്നത്. ഈ പൊന്നമ്മ ആരെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ആരുടെ ബന്ധുവോ ടീച്ചറോ എന്നും പറഞ്ഞു ഒപ്പാണ് പുറത്തെല്ലാം നാട്ടിൽ അവർ പിന്നെ സൈൻ അടിച്ച് വന്നിട്ടുണ്ട്, റിജക്റ്റ് ആയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മുദ്രപത്രത്തിൽ എന്തോ എഴുതണമെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിക്കോളാം എന്ന് പറയും. പൈസ ഞാൻ ഡിപ്പോസിറ്റ് ഇട്ടോ, വേണ്ട ഞാൻ ചെയ്തോളാം, ഞാൻ ബാങ്കിലെ ജോലി. സ്വർണം പണയം വെച്ച് ഞാൻ അതും എല്ലാം അവരാ ചെയ്യുന്നത്. ഇതിനൊന്നും തെളിവുകളില്ല. ഈ ഒരു കള്ളച്ചക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് കണ്ട് ഞാൻ നടക്കുക. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ 11 പേരെ ഇവരെല്ലാം ചതിക്കപ്പെട്ടവരാ. ഏത് പൊന്നുമോനെ അവരുടെ ആ ചക്കർ വീട്, ഏത് പൊന്നുമോനും കുപ്പിയിലവർ അതുപോലെ അങ്ങ് ഇടപെടും. 10 പേരേക്ക് ഒത്തിരി സ്വർണം പോയത്. അങ്ങനെ ഞങ്ങൾ 11 പേരെ ഒരു ആക്ഷൻ കൗൺസിൽ വിളിച്ചു. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് രാജസ്ഥാൻ നാരായണപിള്ള സാറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫയൽ ഒപ്പിയിരിക്കുക. അല്ല, ഒരാളെ നമുക്കൊരു ഉപകാരം ചെയ്തല്ലോ, ജോലി കിട്ടിയില്ല, എന്നാലും പോട്ട് ഒരു ജീവൻ അങ്ങ് രക്ഷിക്കട്ടെന്ന് പറഞ്ഞ് കൊടുത്തതാ. 60,000 രൂപ. പിന്നെ നിർത്തിയല്ലോ. പിന്നെ ഞാൻ പോയിട്ടില്ലല്ലോ. പിന്നെ വിളിച്ചിട്ടുണ്ടോ ഫോൺ? ഞാൻ പോയിട്ടില്ല. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട, സഹായിച്ചിട്ട് എനിക്കൊന്നുമില്ലെന്നും പറഞ്ഞു. അതാണ് എന്റെ സത്യം. ഇന്ന് വരെ എന്റെ മുദ്രപത്രം എന്തിനാ അതേപോലെ മുദ്രപത്രം ഞാൻ എഴുതി വെച്ചേക്കാം, മറന്നു പോയിരിക്കണം എന്തൊക്കെയാണ്. 3 മാസം ശമ്പളം എന്നിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു 15 ലക്ഷം കൂടെ പിന്നെ ഡിപ്പോസിറ്റ് ചെയ്യേ, അത് തിരിച്ചും തരാം അച്ഛൻ മോനെ ക്ലർക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജോലി വേണ്ടെന്ന്, എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പാർട്ട് ടൈം അല്ലെങ്കിൽ പിയൂണ്, അതിനെയുള്ള കമ്മിറ്റിക്കാർക്ക് എടുക്കാൻ പറ്റുന്നത്, വേറെ ആരെല്ലാം PSC നിയമനം, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ടെന്ന്. ഇന്ന് വരെ വിളിക്കാട്ടെ പുള്ളി ചെല്ലുമ്പോൾ നേരത്തേക്ക് 1 പ്രാവശ്യം എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. വേണ്ട.